Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളേക്ക് നോക്കാൻ പറ്റിയൊരു സ്റ്റോക്ക് നമുക്ക് ചാർട്ടിൽ കൊടുത്ത് അനലൈസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ എൻട്രികൾ കിട്ടുമോ എന്നുള്ളത്. അതുപോലെ നമുക്ക് സ്മോൾ ക്യാപ്പ് നിഫ്റ്റിയുടെ ചാർട്ടും കൂടി ഒന്ന് അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റിയിലോട്ട് വരാം. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിഫ്റ്റിയുടെ ഒക്കെ ചാർട്ട് അനലൈസ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാവാൻ വേണ്ടിയാണ്. നമ്മൾ എപ്പോഴും ട്രെൻഡിനൊപ്പം ട്രേഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ മാർക്കറ്റ് കുറച്ച് സ്ട്രെങ്ത് ഒക്കെ കാണിക്കുന്നുണ്ട്, നല്ല ബ്രേക്ക് ഔട്ടൊക്കെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരു അപ് ട്രെൻഡ് ആണെന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഡെക്സുകൾ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇൻഡെക്സുകൾ അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ നല്ല നല്ല സ്റ്റോക്കുകൾ പറയുമ്പോൾ ആ സ്റ്റോക്കും കൂടിയും അതിൻ്റെ കൂട്ടത്തിന് മേലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഈ പറയുന്നതൊന്നും പെർഫെക്റ്റ് ആയിട്ടൊന്നും ഫലിക്കണം എന്നൊന്നുമില്ല. നമ്മൾ ഈ ടെക്നിക്കലായിട്ട് ഇങ്ങനെ ഇങ്ങനെ അനലൈസ് ചെയ്യുന്നു എന്നുള്ളൂ. പക്ഷേ ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് രീതിയിൽ അത് വർക്കൗട്ട് ആവാറുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, നമ്മൾ പറഞ്ഞിരുന്ന ഈ ഒരു ലൈൻ നമ്മൾ ഇന്നലെ വരച്ചതാണ്. ആ റേഞ്ചിൽ നിന്ന് നിഫ്റ്റി മേലോട്ട് കയറാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. അത് വേറെ ഒന്നുമില്ല, അത്ര വലിയ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ അവസാനത്തെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം പൊതുവേ സ്റ്റോക്കുകളാണെങ്കിൽ ഇൻഡെക്സ് ആണെങ്കിലും ആ റേഞ്ചിൽ വന്നിട്ട് ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോകാറുണ്ട്. അതല്ല ചിലപ്പോൾ ഒന്ന് റീടെസ്റ്റ് പോലെ കാണിച്ചിട്ട് ഇവിടെ താഴത്തോട്ട് വരാറുമുണ്ട്. അപ്പോൾ നമുക്ക് നാളെ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സലാവോ ഇല്ലയെന്ന് നമുക്ക് അറിയാം. ഇന്നത്തെ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രിഡിക്ഷൻ അല്ല, നമ്മളെപ്പോഴും പറയുന്ന പോലെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റിൽ എന്ത് സംഭവിക്കാം. പക്ഷേ നമ്മൾ ഈ ചാർട്ടുകളൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഹിസ്റ്റോറിക്കലായിട്ട് മാർക്കറ്റ് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നുള്ള നമുക്കൊരു കൺവിക്ഷൻ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ഇല്ലാണ്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി ആ റേഞ്ചിൽ നിന്ന് തന്നെ നമ്മൾ ഒരു റിവേഴ്സൽ സൈൻ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് രണ്ട് ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ റേഞ്ച് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കാം. സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിവേഴ്സൽ തന്നെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ നല്ല റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഹൈ നമുക്ക് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു രീതിയിൽ നിഫ്റ്റിയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് നമുക്ക്. ഇപ്പം എന്തായാലും കുഴപ്പമില്ല. നിഫ്റ്റിയുടെ ചാർട്ടൊക്കെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പൊക്കെ നമ്മൾ ഇന്നലെ അനലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയുടെ വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിലും ഒരു റെഡ് ക്യാൻഡിലായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ എന്നുള്ളത്. അപ്പോൾ ഈ ആഴ്ച നമുക്കൊരു ഗ്രീൻ ക്യാൻഡിലാകും എന്നുള്ള പ്രതീക്ഷയിലിരിക്കാം. സ്മോൾ ക്യാപ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഇന്നലെ കുറച്ച് നിഫ്റ്റിനേക്കാളും കുറച്ച് സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞ ഒരു റേഞ്ചാണ് ഈ 18,560 എന്നുള്ള റേഞ്ച്. ആ റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്മോൾ ക്യാപ്പിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞത് ഈ റേഞ്ചിൽ നിന്ന് ഒരു സെല്ലിങ് ഇവിടുന്ന് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ റേഞ്ച് ഈ താഴത്തുനിന്ന് ഉണ്ടോ ഈ ഒരു നമ്മുടെ ഈ ട്രെൻഡ് ലൈന് സപ്പോർട്ട് ചെയ്തിട്ട് മേലോട്ട് കയറും. അതല്ല അവിടെ നിന്ന് തന്നെ റിവേഴ്സലാവുകയാണെങ്കിൽ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് മേലോട്ട് പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് മേലോട്ട് പോകാനാണ് സാധ്യത. അപ്പോൾ നാളെ തന്നെ ബ്രേക്ക് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 1-2 ദിവസമൊക്കെ എടുത്ത് പതുക്കെ ആയിരിക്കും റേഞ്ച് ബ്രേക്ക് ചെയ്യുക. എന്നാലും കുഴപ്പമില്ല, നമുക്കൊരു ബുള്ളിഷായിട്ടൊരു മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുകയാണെങ്കിൽ തന്നെ ചെറുതായിട്ട് തന്നെ മേലോട്ട് പോകുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഓവറോൾ ട്രെൻഡ് എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെയറിഷും അല്ല നല്ല ബുള്ളിഷും അല്ല, ഒരു സൈഡ് വേസ് ടു ഒരു ചെറിയൊരു പോസിറ്റിവിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. കൂടാണ്ട് നമ്മൾ ഇന്നലെ ഒരു 3 സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. അത് 3 സ്റ്റോക്കുകൾ നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല. അതിൽ ആദ്യത്തെ ഒരു സ്റ്റോക്ക് ഇന്ദ്ര മെഡ്കോ എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. കാരണം നമ്മൾ പറയാറുണ്ട് നമ്മൾ പറഞ്ഞ റേഞ്ചിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താണ് എൻട്രി എടുക്കേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ എക്സാക്ട്ലി ഇന്ന് നമുക്ക് റേഞ്ച് അവിടെ വന്നിട്ടില്ല. സ്റ്റോക്ക് ഏകദേശം നമ്മൾ പറഞ്ഞത് 614 എബോവ് ആണ്. ആ റേഞ്ചിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് ഇപ്പോഴും വെയിറ്റ് ചെയ്യാം. നമുക്ക് എൻട്രി കിട്ടുമ്പോൾ മാത്രം എൻട്രി എടുത്താൽ മതി. അതുപോലെ നമ്മൾ പറഞ്ഞൊരു സ്റ്റോക്കാണ് പ്രിക്ക് വയർ എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞ എൻട്രി 233 ആണ്. ഇതിലും എൻട്രി കിട്ടിയിട്ടില്ല. നമുക്ക് ഈ ഒരു സ്റ്റോക്കുകളൊക്കെ സ്റ്റിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോഴും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. എപ്പോഴാണോ എൻട്രി ട്രിഗർ ആവുന്നത് അപ്പോൾ എടുക്കുക. കാരണം നമ്മൾ ഇന്ന് പറഞ്ഞ് നാളെ തന്നെ എൻട്രി കിട്ടണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ ഒരാഴ്ച ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുക. ചിലപ്പോൾ പെട്ടെന്നും കിട്ടാനുള്ള സാധ്യത ഉണ്ട്. മൂന്നാമത്തെ സ്റ്റോക്ക് തിലക നഗർ എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞ റേഞ്ചിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാണ്ട് താഴത്തോട്ട് വന്നു. റിസൾട്ട് ഇതിൽ കാണിക്കുന്നത് സെപ്റ്റംബർ 25-ാം തീയതിയാണ്. അപ്പോൾ ടൈം ഉണ്ട്. പക്ഷേ ഇത് കറക്റ്റ് ആവണമെന്നില്ല. ചില സമയങ്ങളിൽ ഇതിലത്തെ ഡേറ്റ് ശരിയാവാറില്ല. നമ്മളത് സ്ക്രീനിലൊക്കെ വേറെ വെബ്സൈറ്റിലൊക്കെ പോയിട്ട് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എൻട്രി കിട്ടിയിട്ടില്ല. കണ്ടെങ്കിൽ അതിന് താഴെയാണ് സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. എൻട്രി എടുത്തവർക്കാണെങ്കിലും കുഴപ്പമില്ല. ചിലപ്പോൾ ഈ ഒരു വിക്ക് കണ്ടില്ല മേലോട്ട് ഈ ഒരു സ്റ്റോക്ക് ഉണ്ട് ഏകദേശം ഇതുവരെ പോയി. ചിലപ്പോൾ എൻട്രി എടുത്തിട്ടില്ല തോന്നുന്നു. എടുത്തവരാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയൊരു സ്റ്റോക്ക് നോക്കാം. സ്റ്റോക്കിൻ്റെ പേര് ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് ലിമിറ്റഡ് എന്നാണ്.
ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കൊരു നല്ലൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടും അതുപോലെ നല്ലൊരു റേഞ്ച് ബ്രേക്ക് ഔട്ടും കാണുന്നുണ്ട്. ഞാൻ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊരു വീക്ക്ലി ചാർട്ട് എടുത്ത് കഴിഞ്ഞാൽ ഈ വീക്ക്ലി ചാർട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഈ ഒരു റേഞ്ചിൽ നിന്ന് ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. കൂടാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വീക്ക്ലി ക്യാൻഡിലാണെങ്കിലും ഡെയിലി ക്യാൻഡിലാണെങ്കിലൊക്കെ ഈ ഒരു സ്വിങ് ഹൈൻ്റെ എബോ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു എപ്പോഴത്തെ ഹൈ ആണ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഏപ്രിൽ 2025 വന്നൊരു ഹൈ, അതും ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ നോക്കാവുന്നതാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1197 ആണ്, 1197. അപ്പോൾ ഞാനിത് ഈ ലൈനൊക്കെ ഒന്ന് മായ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ വരയാൻ പറ്റും. നമുക്ക് ഇതേ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് എൻട്രി കിട്ടുകയാണെങ്കിൽ നാളെ എടുക്കാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ഈ ഒരു ക്യാൻഡിൽ ഈ റേഞ്ചിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ടാർഗറ്റായിട്ട് നമുക്ക് ഏകദേശം ഒരു കുറച്ച് നല്ല റിസ്ക് റിവാർഡ് കിട്ടുന്ന രീതിയിൽ ഒരു 1335 നമുക്ക് ടാർഗറ്റ് വയ്ക്കാം. ടാർഗറ്റ് ഞാനൊരു ഗ്രീനിൽ മാർക്ക് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ഞാനൊരു റെഡിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിലേക്ക് എൻട്രി എടുക്കാം. അതിൻ്റെ റിസൾട്ട് വന്നതായിരുന്നു തോന്നുന്നു. കാരണം റിസൾട്ട് വന്നിട്ട് സ്റ്റോക്ക് മേലോട്ട് പോയിട്ടുണ്ട്. അതൊന്ന് കൺഫേം ആയിട്ട് നിങ്ങളത് ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം എൻട്രി എടുക്കുക. നമ്മൾ എൻട്രി എന്ന് പറയുന്നത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് വീഡിയോ. നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻട്രി എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ആയിട്ട് 1175 സ്റ്റോപ്പ് ലോസും ടാർഗറ്റായിട്ട് 1235 ടാർഗറ്റും വയ്ക്കാം. നമ്മൾ എക്സാക്റ്റ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതേ റേഞ്ചിലൊന്നും കിട്ടില്ല. ചിലപ്പോൾ കുറച്ച് പോയിന്റ് താഴത്തോട്ടോ മേലോട്ടൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. എന്നാൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ 1200 ബ്രേക്ക് ചെയ്യുമ്പോൾ എടുത്താലും മതി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു കൺഫർമേഷൻ ആയല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇതേ റേഞ്ചിൽ തന്നെ വെക്കാം. ടാർഗറ്റ് നമുക്ക് വേണമെങ്കിൽ മേലോട്ട് കയറ്റി വെക്കാം. അതാണ് നമ്മൾ ട്രailing സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് അവിടെ നിന്ന് ട്രൈ ചെയ്യാം. സ്റ്റോക്ക് മേലോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ചെറിയ പുൾ ബാക്ക് തരും സ്റ്റോക്ക്. നമുക്ക് ഒരു റെഡ് ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ അയ്യോ എൻ്റെ പ്രോഫിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് എക്സിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ. പക്ഷേ ഒരു ദിവസം 2 ദിവസം ചെറിയ റെഡ് ക്യാൻഡിൽ വന്നിട്ട് വീണ്ടും സ്റ്റോക്ക് നല്ലൊരു ഗ്രീൻ ക്യാൻഡിലായിട്ട് മേലോട്ട് നമ്മുടെ പോകുന്ന സിറ്റുവേഷനാണ് കൂടുതൽ ഉണ്ടാവുക ഒരു സ്റ്റോക്ക് ബുള്ളിഷ് ആണെങ്കിൽ. അപ്പോൾ ചെറിയൊരു സെല്ലിങ് വരും. ആ സെല്ലെന്ന് പറഞ്ഞാൽ വീക്കായിട്ടുള്ള ആളുകളൊക്കെ അന്ന് എക്സിറ്റ് ആവും. ഒരു ദിവസം 2 ദിവസം 3 ദിവസം ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അതിന് എക്സിറ്റ് ആവും. വീണ്ടും നല്ല ബയേഴ്സ് വീണ്ടും അതിലേക്ക് കയറും, വീണ്ടും സ്റ്റോക്ക് മേലോട്ട് പോകും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ട്രയൽ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 1 hour ക്യാൻഡിലൊക്കെ വെച്ച് ട്രയൽ ചെയ്യാം, ഇല്ലെങ്കിൽ 20 EMI ഒക്കെ വെച്ച് ട്രയൽ ചെയ്യാം. അങ്ങനെ പല ടെക്നിക്കുകളുണ്ട്. അതൊക്കെ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അധികം സ്റ്റോക്കുകൾ പറയുന്നില്ല, കാരണം നമ്മൾ ഇന്നലെ ഓൾറെഡി 3 സ്റ്റോക്കുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ഒരു സ്റ്റോക്കും കൂടി, ഇന്നലത്തെ 3 സ്റ്റോക്കും ട്രിഗർ ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് കൂടി 4 സ്റ്റോക്കായി. അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുത്ത് നോക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ ഈ പറയുന്ന സ്റ്റോക്കുകൾ നമുക്ക് ഇതിനും തിരിച്ച് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്യാം, അവിടെ ചോദിക്കാവുന്നതാണ്. അത് ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പും കൂടിയാണ്. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്